നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതുപോലൊരു ഭർത്താവിനെയാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്. പാർവതി, നിനക്ക് ഈ ജ്യോതിഷവും പൂജയൊക്കെ നല്ല വശമാണല്ലോ. അതെ വിശാൽ സർ, അതിനെന്താ? ഈ ചൊവ്വാദോഷമുള്ള പെൺകുട്ടികളുടെ കല്യാണം നടക്കില്ലേ? അതൊരു വലിയ പ്രശ്നം. ചൊവ്വാദോഷക്കാർക്ക് ചൊവ്വാദോഷക്കാര് തന്നെ വേണം. അങ്ങനെ ഒരാളെ ഒത്തുകിട്ടുന്നത് വരെ നീണ്ടുപോകാനും ചിലപ്പോ വിവാഹം തന്നെ നടക്കാനും സാധ്യതയില്ല. അയ്യോ, നിന്റെ നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞാലേ ആ പാവത്തിന്റെ കല്യാണം തന്നെ നടക്കാതെ പോകും. ആരുടെ കാര്യ വിശാൽ സാർ ഈ പറയുന്നേ? എന്റെ ഒരു ഫ്രണ്ടിന്റെ. ആ, അതാരാണെന്ന് എനിക്കറിയാം. വന്ദനയല്ലേ? വന്ദനയുടെ കല്യാണം നടക്കുവോ ഇല്ലയോന്ന് എന്നോട് ചോദിക്കണ്ട. ആ കഥ ഓഗസ്റ്റ് 12-ാം തീയതി രാത്രി 7 മണിക്ക് കാണാം, നമ്മുടെ സ്വന്തം സി കേരളം ചാനലിൽ. മാനത്തെ കൊട്ടാരം. എന്നാലേ അത് കണ്ടിട്ട് എന്നെ കാര്യം. നിങ്ങളും കാണണം. ഓഗസ്റ്റ് 12-ാം തീയതി രാത്രി 7 മണിക്ക് മാനത്തെ കൊട്ടാരം. പാർവതി, താനെന്തിനാ ഇന്ന് പല്ലവിയെ തല്ലിയത്? എന്താ കാരണം? സർ, അത് അവൾക്ക് കിട്ടേണ്ടത് തന്നെ. ചേച്ചി എന്നും അവളുടെ രക്ഷകർത്താവെന്ന നിലയ്ക്കും എനിക്കത് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ മരുമകളായി കഴിയുമ്പോൾ ഈ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ട മര്യാദ ഞങ്ങൾക്കുണ്ട്. അതുപോലെ മാന്യതയോടെയും അച്ചടക്കത്തോടെയും വേണം ഇവിടെ ജീവിക്കേണ്ടത്. അത് ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അതെല്ലാം മറന്നുകൊണ്ടാ പല്ലവി ഇന്ന് പെരുമാറിയത്. അവൾ ഇവിടുത്തെ മരുമകളായിട്ട് മാസം 4 തികച്ചില്ലല്ലോ. അതിനിടയ്ക്ക് സ്വത്ത് വീതം വെച്ച് തരണം പോലും. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വഴി നോക്കൂന്നൊക്കെ പറയുന്നത് ശരിയാണോ? സ്വത്ത് വീതം വെച്ച് കിട്ടാൻ വേണ്ടി വഴക്കിടുന്നത് അഭിമാനത്തിന് ചേർന്നതാണോ? അത് അന്തസ് കേടല്ലേ? പുറത്തുനിന്ന് ആരെങ്കിലും ഇത് കേട്ടാ അവരീ കുടുംബത്തെക്കുറിച്ച് എന്ത് കരുതും? ദൈവമ്മയ്ക്ക് ഇത് സങ്കടാവില്ലേ? അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിലെ സ്വത്തിന്റെ അവകാശം ചോദിക്കാൻ അവക്ക് എന്ത് അധികാരം ഉള്ളത്? വിപിന് ചോദിക്കാം. പല്ലവി അവള് നിലമറന്ന പെരുമാറിയത്. അതുകൊണ്ടാ സഹിക്കാൻ വയ്യാതെ ഞാൻ അവളെ തല്ലിയത്. ഞാൻ അവളെ എന്തിനു തല്ലിയതെന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അവളെ തല്ലിയതിനു ശേഷമുള്ള എന്റെ വിഷമം അത് സാറിന് അറിയില്ലല്ലോ. എന്റെ നെഞ്ച് നീറുവാ. അവളെ ഒരു ഈർക്കിൽ കൊണ്ടുപോലും തല്ലി വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് വലിയ പ്രയാസ. ഞാൻ അവളെ. തന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംഭവിച്ചു പോയില്ലേ, വിട്ടുകളയ. ഈ വീട്ടിലെ സകല പണികളും എടുത്ത് ഈ കൈ മരം പോലെയായി. അതൊന്നും സാരമില്ല സർ. സാരമുണ്ട്. ഈ കൈ പൂ പോലെ മൃദുലമായിരിക്കണം. ഇവിടെ താൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ സർ. തന്നെ എന്റെ ഭാര്യയായി കിട്ടിയത് എന്റെ മഹാഭാഗ്യമാണല്ലോ. സാറിന്റെ ഭാര്യയാകാൻ സാധിച്ചത് എന്റെ സുഹൃതമാണ് സർ. ആന്റി, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ആന്റി, ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായി അറിയാം. പലവട്ടം വിശാലിനെയും പാർവതിയെയും കൊല്ലാൻ നിങ്ങൾ പ്ലാൻ ചെയ്തതും ഒടുവിൽ
പാർവതി കാരണം ആ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയതും മരണത്തെ മുഖാമുഖം കണ്ടിട്ട് വിശാലും പാർവതിയും രക്ഷപ്പെട്ടതും എല്ലാം അതൊക്കെ ഒന്നൊന്നായി ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. പ്ലാൻ നമ്പർ 1. അപ്പൊ വിശാല മുതലാളിക്ക് വെച്ച് ബിസിനസ് ടൂറിന് പോവാണല്ലേ? ഇനി പോയിക്കാം. ചേച്ചി പറഞ്ഞെടുത്ത് ഞാൻ പോയി, പക്ഷെ നടന്നില്ല. ഇതിലും കൂടിയതായിരുന്നു മറ്റേത്. ഉമിനീരിൽ കലർന്ന നിമിഷം തന്നെ ആള് കാലിയാവും, എല്ലാം കഴിയും. എന്ത് ചെയ്യാന്, കിട്ടണ്ടേ? പറഞ്ഞിട്ടെന്താ, അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ ആയി. റിയ, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? എടാ, നീ എന്തിനാ ഇതൊക്കെ റിയോട് പറയാൻ പോയത്? ഞാൻ അറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആന്റി. ആന്റിക്കും വിനയ്ക്കും ഇപ്പൊ വിശാലിന്റെയും പാർവതിയുടെയും കഥ കഴിക്കണം, അത്രയല്ലേ വേണ്ടൂ. അതിന് ഞാൻ സഹായിക്കാം. നീ എങ്ങനെ സഹായിക്കുന്ന? ആന്റി, ആദ്യം തീർക്കേണ്ടത് പാർവതിയെ. അവൾക്ക് ഗായത്രി ദേവിയുടെ ആത്മാവ് കൂട്ടായിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഒരുക്കിയ എല്ലാ പദ്ധതികളിൽ നിന്നും അവള് വിശാലിനെ രക്ഷപ്പെടുത്തിയത്. അവളെ നശിപ്പിച്ച പിന്നെ വിശാലിനെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അതിന് പാർവതിയെ എങ്ങനെ കൊല്ലും? എന്താ നിന്റെ പ്ലാൻ? നാളെ പാർവതി കമ്പനിയിലെ തൊഴിലാളികൾക്ക് ബോണസ് വിതരണം ചെയ്യാൻ പോവാ. അതിനോടൊപ്പം അവളുടെ കൈകൊണ്ട് തന്നെ അവൾ ആഹാരം തയ്യാറാക്കി തൊഴിലാളികൾക്ക് വിളമ്പുന്നുമുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ നീ എന്താ ചെയ്യുന്നത്? നാളെ അവൾ തൊഴിലാളികൾക്ക് വേണ്ടി ആഹാരം പാകം ചെയ്യുമ്പോ അവിടെ ഒരു ബോംബ് പൊട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.